ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാക്ടിക് ആസിഡിനെ പറ്റിയിട്ടാണ്. പക്ഷെ ആദ്യമായിട്ട് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ്, എന്താണ് ലാക്ടിക് ആസിഡ്? ലാക്ടിക് ആസിഡ് ഒരു AHA ആണ്, അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ലാക്ടിക് ആസിഡ്. വേറൊരു ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണ് നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ്. ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പം ഇനി ലാക്ടിക് ആസിഡിനെ പറ്റി പറയാം. ഗ്ലൈക്കോളിക് ആസിഡിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലാക്ടിക് ആസിഡ് കുറച്ചുകൂടി ഇന്റൻസിറ്റി കുറഞ്ഞ ഒരു ആസിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പോളേഷൻ ഒക്കെ ഏറ്റവും നല്ലൊരു ടൈപ്പ് ആസിഡ് ആണ് ലാക്ടിക് ആസിഡ്. ഇത് നമുക്ക് സെൻസിറ്റീവ് സ്കിൻകാർക്കും ഡ്രൈ സ്കിൻകാർക്കും എക്സ്പോളേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആസിഡും ലാക്ടിക് ആസിഡ് ആണ്. പിന്നെ സാലിസിലിക് ആസിഡിനെ വെച്ച് പറയുകയാണെങ്കിൽ സാലിസിലിക് ആസിഡ് ഓയിൽ ലവിങ് ആണ്, അതായത് ഒരു ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ആയതുകൊണ്ട് തന്നെ അത് ഓയിൽ ലവിങ് ആകുമ്പോഴത്തേക്ക് ലാക്ടിക് ആസിഡ് കുറച്ചും കൂടെ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള, അതായത് വാട്ടർ ലവിങ് ആസിഡ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. മറ്റുള്ള ആസിഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ലാക്ടിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഇല്ലതാണ്. നമ്മുടെ ഓരോരോ മെറ്റബോളിക് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു സാധനം കൂടിയാണ് ലാക്ടിക് ആസിഡ്. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വർക്കൗട്ട് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം, സോർനെസ്, നമ്മളെ കൈക്ക് ഭയങ്കര വേദന, അങ്ങനെയൊക്കെ തോന്നില്ലേ? അതിന് കാരണം നമ്മുടെ ശരീരത്തിൽ ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. മാത്രമല്ല നമ്മുടെ പാലുൽപ്പന്നങ്ങളില്, അതായത് നമ്മൾ പാല് പുളിക്കുന്നതൊക്കെ ലാക്ടോബാസിലസ്, അത് ലാക്ടിക് ആസിഡ് ആയിട്ട് മാറുമ്പോഴാണ് ആ ബാസിൽ, അതായത് ആ ഒരു മൈക്രോ ഓർഗാനിസം പല ലാക്ടിക് ആസിഡ് ആയിട്ട് മാറ്റുന്നത് കൊണ്ടാണ്. സോ എനിവേസ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നാച്ചുറലി ഉള്ള ഒരു ആസിഡ് ആയതുകൊണ്ട് തന്നെയാണ് ഇത് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡും കൂടിയാണ് ലാക്ടിക് ആസിഡ്. ലാക്ടിക് ആസിഡിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മളെപ്പോഴും പറയുന്നത് എക്സ്ഫോളിയേഷൻ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപാട് സ്കിൻ ടൈപ്പുകാർക്കും ടോളറേറ്റ് ആയതുകൊണ്ടും പ്രഗ്നൻസി സേഫ് ആയതുകൊണ്ടും തന്നെ നമുക്ക് ഒരുവിധം നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ലാക്ടിക് ആസിഡ്. ഈവൻ ദോ ഇതിൽ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുക, ഭയങ്കരമായിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ കൺട്രോൾ ചെയ്യുക, അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ സ്കിന്നിന് ഒരു ടെക്സ്ചർ ഉണ്ടാവില്ല. അതായത് നമ്മുടെ സ്കിന്നിന് ഒരു ബംബിനെസ്, അതല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോൺ, അല്ലെങ്കിൽ ഇവിടെ ചില സ്ഥലത്ത് ഒരു രീതി, ചില സ്ഥലത്ത് വേറെ രീതി, ആ ഒരു ടെക്സ്ചർ ഇല്ലേ, അതിന് പ്രധാനമായിട്ടും കാരണപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് സ്കിൻ അക്യുമുലേഷൻ കാരണമാണ്. അപ്പൊ അത് ഈവൻ ഔട്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു സ്മൂത്ത്നെസ് വരാനായിട്ട് എക്സ്ഫോളിയേഷൻ സഹായിക്കും. അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ലാക്ടിക് ആസിഡ് ആണ്. കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ ലാക്ടിക് ആസിഡ് നമ്മുടെ സ്കിന്നിന്റെ ആ ബോൺ ഫോർമേഷനില്ലേ, ഡെഡ് സ്കിന്നിന്റെ ബോൺ ഫോർമേഷനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ ന്യൂ സ്കിന്നിനെ പുറത്തോട്ട് വരുത്തിക്കത്തില്ല. ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ന്യൂ സ്കിൻ അപ്പിയർ ചെയ്യും മുകളിലോട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്കിന്നൊന്ന് സ്മൂത്ത് ഔട്ട് ചെയ്യാനായിട്ട് ലാക്ടിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഈ ഒരു എക്സ്ഫോളിയേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എക്സ്ഫോളിയേഷൻ പ്രോപ്പറായിട്ട് ചെയ്ത് ഡെഡ് സ്കിൻ റിമൂവ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള സെറംസ് യൂസ് ചെയ്യുന്നതിനേക്ക് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലാക്ടിക് ആസിഡ് എക്സ്ഫോളിയേഷൻ അല്ലെങ്കിൽ പീൽ ഓഫ് മാസ്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സ്ഫോളിയേഷൻ ഹെൽപ്പ് ചെയ്യും, മാത്രമല്ല മറ്റുള്ള ഇൻഗ്രീഡിയൻസിനെ അബ്സോർബ് ചെയ്യാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നത്. പിന്നെ നമ്മളിപ്പോൾ സ്കിൻ ഓഫ് കളറിന് അണ്ടറിലുള്ള ആൾക്കാരായത്, അതായത് നമ്മൾ ഈ കൊക്കേഷ്യൻ സ്കിൻ, വൈറ്റ് സ്കിൻ ഒന്നും അല്ലല്ലോ, നമ്മൾ ബേസിക്കലി ഒരു ഡാർക്ക് ബ്രൗൺ കളർ സ്കിൻ ടോണിലുള്ള ആൾക്കാരാണല്ലോ ഇന്ത്യൻ സ്കിൻ ടോൺ അല്ലെങ്കിൽ ഏഷ്യൻ സ്കിൻ ടോൺകാരൊക്കെ. അപ്പൊ അല്ലെങ്കിൽ ബ്രൗൺ സ്കിൻ ടോൺ എന്നൊക്കെ പറയും നമ്മളെ പോലെയുള്ളവര്. അപ്പൊ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾക്ക് പെട്ടെന്ന് സ്കിൻ ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. സ്കിൻ ഇറിറ്റേഷൻ വരുന്നതല്ല പ്രശ്നം, ആ ഇറിറ്റേഷൻ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നമ്മൾ ലാക്ടിക് ആസിഡ് പ്രോബബിലി ആ ഒരു ഇറിറ്റേഷൻ തരാത്ത വൺ ഓഫ് ദി ആസിഡുകളിൽ ഒന്നാണ്. ഇപ്പൊ ഗ്ലൈക്കോളിക് ആസിഡ് ആണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ തരും. പക്ഷെ ലാക്ടിക് ആസിഡിന്റെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലാക്ടിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഇറിറ്റേഷൻസേ തരും. സോ നമുക്കത് ഓക്കെ, ഒരു ലെസ് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആസിഡാണ് ലാക്ടിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ലാക്ടിക് ആസിഡ് എവിടെ കിട്ടും? പിന്നെ ലാക്ടിക് ആസിഡ് എവിടെ കിട്ടും എന്ന് പറയുന്നതിന് മുന്നേ, ഇപ്പോൾ ലാക്ടിക് ആസിഡ് ബേസിക്കലി യൂസ് ചെയ്യുന്ന അതിന്റെ ഫോർമുലേഷൻ വെച്ചിട്ടാണ്. അതായത് എത്ര കോൺസെൻട്രേഷനിലാണ് അത് ഫോർമുലേറ്റ് ചെയ്യുന്നത്, എന്തിന്റെ കൂടെയൊക്കെയാണ് അത് ഫോർമുലേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടാണ് അത് എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈവൻ ദോ ലാക്ടിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് സെൻസിറ്റീവ്, ഫോട്ടോ സെൻസിറ്റീവ്, അതായത് നമ്മുടെ സ്കിന്നിന് സൺലൈറ്റിൽ നിന്ന് ഡാമേജ് ആക്കുന്നില്ലെങ്കിൽ പോലും അതൊരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആണ്. അത് ഏറ്റവും നല്ലത് യൂസ് ചെയ്യുന്നത് നൈറ്റിലാണ്. പക്ഷെ അത് കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടാണെങ്കിൽ, അതായത് ചിലത് 10% കാണും, അല്ലെങ്കിൽ 5%ഒക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഇതിന്റെ ഫോർമുലേഷൻ കാണുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10% ഒക്കെ ആണെങ്കിൽ നൈറ്റിൽ, വീക്കിലി 2 ദിവസത്തെ ഒരിക്കലൊക്കെ നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് എക്സാമ്പിൾ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ലാക്ടിക് ആസിഡ് ഓർഡിനറിയുടെ ലാക്ടിക് ആസിഡ് ആയിരുന്നു. ഞാൻ ആഴ്ച 2 ദിവസം നൈറ്റിൽ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ആയിട്ട് മാത്രമായിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു ആസിഡാണ്. അപ്പം റെക്കമെൻഡേഷൻ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഒന്ന് ഓർഡിനറിയുടെ ലാക്ടിക് ആസിഡ് ഉണ്ട്,
സുഗന്ധയുടെ ലാക്ടിക് ആസിഡ് ഡീകൺസ്ട്രക്റ്റിലുണ്ട്, പിന്നെ ഓലയിലും ഉണ്ട്. ബിഗിനേഴ്സ് ഒക്കെ ആണ്, നിങ്ങൾക്ക് എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ആണ്, പ്രഗ്നൻസി സേഫ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആസിഡ്സുകളാണ് ഇത് ഇത്രയും. പിന്നെ ഒരു പീൽ ഓഫ് മാസ്ക് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ പീലിംഗ് സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇട്ടിട്ട് കഴുകിക്കളയാനായിട്ട് പറയുന്ന മാസ്കുകളിൽ വരുന്നതാണ് ഡോക്ടർ ഷെയ്ത്തിന്റെ ലാക്ടിക് ആസിഡ് പീൽസ്. അപ്പൊ ഇത്രയാണ് കുറച്ച് റെക്കമെൻഡേഷൻസ്. കൂടെ ആ ഒരു എക്സ്പ്ലനേഷന്റെ കൂടെ തന്നെ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കേണ്ടത് നമ്മൾ ഡ്രൈ സ്കിന്നിൽ എങ്ങനെ ലാക്ടിക് ആസിഡ് വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഡ്രൈനെസ്സിലോട്ട് വരുമ്പോഴത്തേക്ക് ലാക്ടിക് ആസിഡ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ ആ ഡെഡ് സ്കിൻ ഡ്രൈനെസ് വരുമ്പോൾ ഉള്ള ഡെഡ് സ്കിൻ നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഒന്ന് സ്മൂത്ത് ആവത്തില്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ മോയിസ്റ്റ് റിട്ടൈൻ ചെയ്യാനായിട്ട് നമ്മുടെ പുതിയ സ്കിന്നിന് ഹെൽപ്പ് കുറച്ചുകൂടെ നല്ലതാണ്. ഡെഡ് സ്കിൻ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ന്യൂ സ്കിന്നിന് മോയിസ്ചർ പിടിച്ചേർത്താൻ കുറച്ചുകൂടെ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ ഈ ഒരു റിമൂവൽ കാരണം തന്നെ മോയിസ്റ്റർ നിൽക്കുമ്പോൾ സെറമൈഡ് പ്രൊഡക്ഷൻ കൂടും. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈ സ്കിൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് കെരാറ്റോസിസ്, പൈലാരിസ്, അല്ലെങ്കിൽ ഇറിറ്റേഷൻസ്, ഇച്ചിനെസ്, ഇതൊക്കെ മാറാനായിട്ട് നമുക്ക് സ്കിന്നിനൊന്ന് പറ്റും. അതായത് നമ്മൾ ഒരു രീതിയിൽ ഒരു എക്സ്ഫോളിയേഷൻ നടത്തുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ മോയിസ്റ്റ് റിട്ടൻഷൻ കാരണം കുറെ കാര്യങ്ങൾ ആക്ടിവേറ്റ് ആവും എന്നുള്ളതാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പൊ കാലിലെ കെരാറ്റോസിസ്, പൈലാരിസിസ്, KP, അതായത് സ്ട്രോബെറി ലെഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ബോഡി മോയിസ്ചറൈസർ എന്ന് പറയുന്നത് ലാക്ടിക് ആസിഡ് ബേസ് ചെയ്ത ബോഡി മോയിസ്ചറൈസർ ആണ്, ബോഡി വാഷിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കെരാറ്റോസിസ്, പൈലാരിസ് എന്താണെന്ന് അറിയത്തില്ല, സ്ട്രോബെറി ലെഗ്സ് അല്ലെങ്കിൽ സ്ട്രോബെറി സ്കിൻ എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഐക്കാർഡിൽ ഒരു വീഡിയോ കൊടുക്കാം, അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എനിവേസ് നമ്മൾ ടോപ്പിക്കിലോട്ട് വരുമ്പോഴത്തേക്കാണെങ്കിൽ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് അല്ലെങ്കിൽ കെരാറ്റോസിസ്, പൈലാരിസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഏറ്റവും നല്ലത് ഡ്രൈ സ്കിന്നിനെ വെച്ചിട്ട് ഡ്രൈ സ്കിൻ സിറ്റുവേഷൻസ് വരുമ്പോൾ, അതായത് കെരാറ്റോസിസ്, പൈലാരിസ്, ഇൻഗ്രോൺ ഹെയർ ഗ്രോത്ത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന നല്ലത് നമ്മുടെ ലാക്ടിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി മോയിസ്ചറൈസേഴ്സ് ആണ്. ബോഡി വാഷിനേക്കാളും കുറച്ചുകൂടെ നേരം ബോഡി മോയിസ്ചറൈസേഴ്സ് നിൽക്കൂല, അപ്പൊ ബോഡി മോയിസ്ചറൈസേഴ്സ് ആണ് നല്ലത്. ഇപ്പൊ റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇന്ത്യൻകാരുടെ മാത്രമേ പറയാം മോയിസ്ചറൈസേഴ്സ് പറയുന്നുള്ളൂ. ഡോക്ടർ ഷെയ്ത്തിന്റെ മോയിസ്ചറൈസറിലുണ്ട്, ബി ബോഡി വൈസിലുണ്ട് ലാക്ടിക് ആസിഡ് വെച്ചിട്ടുള്ളത്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിഷ്കെയറിലുണ്ട്, സുഗന്ധയിലുണ്ട്. ഇതിൽ നാലും അത്യാവശ്യം നല്ല ലാക്ടിക് ആസിഡ് മോയിസ്ചറൈസേഴ്സ് ഉണ്ട്. ഇനി എന്റെ ഫേവറേറ്റ് ഏതാന്ന് ചോദിച്ചാൽ, പേഴ്സണൽ ഫേവറേറ്റ് ഏതാന്ന് ചോദിച്ചാൽ അത് സുഗന്ധ തന്നെയാണ്. അപ്പം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിപ്പോ ഇന്ന് യൂസ് ചെയ്തിട്ട് നാളെ റിസൾട്ട് കിട്ടണമെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഫേസ് സ്കിന്നിനേക്കാളും ബോഡി സ്കിൻ കുറച്ചും കൂടി ഡ്രൈനെസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്താൽ മാത്രമേ അവിടെ സ്കിൻ കിട്ടത്തുള്ളൂ. കാരണം എക്സ്ഫോളിയേഷൻ ഒക്കെ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ഫേസിനെ കമ്പയർ ചെയ്തപ്പോൾ നമ്മുടെ ബോഡിയിൽ നടക്കത്തുള്ളൂ. സോ കുറച്ച് ടൈം എടുക്കും. ആ ടൈം കൊടുത്തിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് 3 monthsലൊക്കെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് KP ഒക്കെ ഉണ്ടെങ്കിൽ ലാക്ടിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബോഡി മോയിസ്ചറൈസർ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ലാക്ടിക് ആസിഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റും. അടുത്ത കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സംഭവം, അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ഇതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയല്ല, ഇപ്പൊ ലാക്ടിക് ആസിഡ് എന്ന് പറയുമ്പോൾ ബാറ്റ്മാൻ റോബിനും പോലെയാണ്. കാരണം ബാറ്റ്മാൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റുന്ന ഏജ് ഉണ്ടെങ്കിൽ റോബിൻ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അതുപോലെ എന്ന് വെച്ചാൽ ഒരു സൈഡ് കിക്ക് പോലെയാണ് നമ്മുടെ ലാക്ടിക് ആസിഡ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രോപ്പർ ആയിട്ട് എക്സ്ഫോളിയേഷൻ നടത്തണമെങ്കിൽ ലാക്ടിക് ആസിഡ് വേണം. ആ പ്രോപ്പർ ആയിട്ട് എക്സ്ഫോളിയേഷൻ നടത്തിയാൽ ഈ നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സിറംസ് ഏതോ ആയിക്കോട്ടെ, കോജിക് ആസിഡ് ആയിക്കോട്ടെ, ആൽഫ ആർബിറ്റിൻ ആയിക്കോട്ടെ, ഹൈഡ്രോക്വിനോൺ, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഹൈഡ്രോക്വിനോൺ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അസലിക് ആസിഡ് ആയിക്കോട്ടെ, വിറ്റാമിൻ സി ആയിക്കോട്ടെ, ഏത് ഇൻഗ്രീഡിയൻ്റ് ആണോ നിങ്ങൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അതിനെ പെനിട്രേറ്റ് ചെയ്യാൻ നമ്മുടെ സ്കിന്നിൽ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ എക്സ്ഫോളിയേഷൻ ഏറ്റവും നല്ലൊരു ആസിഡ് ആയതുകൊണ്ട് തന്നെ ലാക്ടിക് ആസിഡ് ആ എക്സ്ഫോളിയേഷൻ നടത്തുന്നത് കൊണ്ട് നമ്മൾ പിഗ്മെന്റേഷൻ അകത്തോട്ട് പോയിട്ട് അത് വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എക്സ്ഫോളിയേഷൻ നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ആവുന്നതുകൊണ്ട് ആ ഒരു ടോപ്പ് ലെയറിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ ലാക്ടിക് ആസിഡിന് ഒരു ഇതുമില്ല. പിന്നെ നേരത്തെ മോയിസ്ചറൈസറിന്റെ അവിടെ പറയാൻ മറന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുട്ടിന്റെ ഇവിടെയൊക്കെ ചിലപ്പോൾ നമുക്കൊരു റഫ്നെസ് ഫീൽ ചെയ്ത്, എൽബോയുടെ നീഡ് അവിടെയൊക്കെ, അതൊക്കെ മാറാനും നമ്മുടെ ഈ ലാക്ടിക് ആസിഡ് മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്താൽ മതി. നോർമലി നമ്മൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും, പക്ഷെ ചില ആൾക്കാർ എൽബോയുടെ അവിടെയൊക്കെ മറക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എടുത്തു പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അടുത്ത കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ലാക്ടിക് ആസിഡ് പർജിങ് ഉണ്ടാക്കുമോ എന്നുള്ള കാര്യം. ലാക്ടിക് ആസിഡ് പർജിങ്ങിന് മുന്നേ എന്താണ് പർജിങ് എന്ന് പറഞ്ഞാൽ, ഏതൊരു സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റും ആയിക്കോട്ടെ, നമ്മുടെ സ്കിന്നിന്റെ ടേൺ ഓവർ റേറ്റ് കൂടുകയാണെങ്കിൽ അത് പർജിങ് ഉണ്ടാവും ചില സമയത്ത്. കാരണം സ്കിൻ ഒരുപാട് വർക്ക് ചെയ്യില്ല, അപ്പൊ അണ്ടർലൈൻ ആയിട്ട് ഇരിക്കുന്ന നമ്മുടെ മോക്കുരു പുറത്തോട്ട് വരുന്നതാണ് ആ ഒരു പർജിങ്. അപ്പൊ നിങ്ങളിപ്പോ ഈ സാധനം യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിലും പലപ്പോഴായിട്ട് ഈ ഒരു പർജിങ് ഈ മോക്കുരു വന്നു പോകും. പക്ഷെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് പുറത്തോട്ട് വരുന്നു എന്നുള്ള
ഉള്ളതേ ഉള്ളൂ. പുകച്ച് പുറത്തെ അടിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഈ പെർജിങ്ങിനകത്ത് ഉള്ളത്. ഈവൻ ദോ ഈ ലാക്ടിക് ആസിഡ് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ആണെങ്കിൽ പോലും ഇത് ബേസിക്കലി പെർജിങ് ഉണ്ടാക്കത്തില്ല. പക്ഷെ ഇത് ഫോർമുലേഷൻ നടത്തുന്നതനുസരിച്ചാണ് ഇതിന്റെ പെർജിങ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ഫാക്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് കാരണം ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എപ്പോഴും ഇത് ഫോർമുലേഷൻ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ഫോർമുലേഷൻ എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവത്തില്ല. സോ അതിന്റെ ഇൻസ്ട്രക്ഷൻസ്, ആ സെറത്തിന് ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിക്കുക. അതിനകത്ത് എന്താണോ പറയുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് ഉപയോഗിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ളത്, രാത്രിയാണോ പകലാണോ ഇത് ഉപയോഗിക്കാൻ നല്ലതെന്ന് അവർ കറക്റ്റ് ഫോർമുലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയും ഇത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അവർ കറക്റ്റ് ഡയറക്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഡയറക്ഷൻ മനസ്സിലാക്കിയിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. കാരണം എനിക്ക് ഇവിടെ നിന്നിട്ട് ജനറലൈസ് ചെയ്തിട്ട് ലാക്ടിക് ആസിഡിന്റെ കാര്യമേ പറയാൻ പറ്റും. നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ ലാക്ടിക് ആസിഡ് സെപ്പറേറ്റ് ആയിരിക്കും, ഓരോ കമ്പനിയും സെപ്പറേറ്റ് ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് ലാക്ടിക് ആസിഡിന്റെ ഫോർമുലേഷൻ മാറുന്നതനുസരിച്ച് ഇത് ഉപയോഗിക്കുന്ന രീതിയും മാറും. സോ അതുകൊണ്ട് ആ ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അടുത്തേന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ലാക്ടിക് ആസിഡ് വാങ്ങിച്ചോട്ടെ, ഏത് സെറമോ ക്രീമോ എന്തോ വാങ്ങിച്ചിട്ട് പാച്ച് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ ചെവിയുടെ ബേക്കിൽ തേച്ച് വെച്ചിട്ട് ഇറിറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ഇതുപോലെ എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ചെവിയുടെ ബേക്ക് ഉപയോഗിക്കുന്നതിന്റെ കൂടെ നിങ്ങളുടെ വേറെ മുഖത്തിന്റെ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ, ലൈക്ക് അവൾ പുറത്തും അധികം അറിയപ്പെടാത്ത ഹെയർ ലൈൻ്റെ അവിടെ അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പോട്ട് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം മൊത്തം ഇടുന്നതിന് മുന്നേ. എന്ന് വെച്ചാൽ അത് നൈറ്റ് ആണെന്ന് ഇപ്പൊ നമുക്ക് ഈ സെറം റെക്കമെൻഡ് ചെയ്യുന്നെങ്കിൽ അതൊരു മോർണിംഗിൽ അല്ലെങ്കിൽ ഒരു വൈകിട്ട് ആ ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ലാക്ടിക് ആസിഡ് എന്തിന്റെയൊക്കെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? ബേസിക്കലി ലാക്ടിക് ആസിഡ് വേറൊരു എയ്ച്ചയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് ഫോർമുലേറ്റ് ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ കെമിക്കൽ പീൽസ് ഒക്കെ പറയത്തില്ലേ, AHA BHA പീൽസ് ഒക്കെ, അതൊക്കെ ഒരുമിച്ച് ഫോർമുലേറ്റ് ചെയ്തേക്കുന്നതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ലാതെ ലാക്ടിക് ആസിഡ് മാത്രവും ഗ്ലൈക്കോളിക് ആസിഡ് മാത്രം വാങ്ങിച്ചിട്ട് രണ്ടും കൂടെ ഒരു പീൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്ത്, കാരണം അത് അതിന് അങ്ങനെ ഫോർമുലേറ്റ് ചെയ്തേക്കുന്നതല്ല. അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ pH ഓൾട്ടർ ചെയ്യും. നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ pH ഓൾട്ടർനേഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം സ്കിൻ ഇറിറ്റേഷൻസ് വരാം. സോ അതുകൊണ്ട് തന്നെ ലാക്ടിക് ആസിഡ് വേറെ AHAയുടെ, അതായത് ഗ്ലൈക്കോളിക് ആസിഡിന്റെ കൂടെ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ സാലിസിലിക് ആസിഡിന്റെ കൂടെ ഉപയോഗിക്കരുത്. റെറ്റിനോളിന്റെ കൂടെ യൂസ് ചെയ്യരുത്. ഓൾട്ടർനേറ്റ് നൈറ്റ്സിലെ യൂസ് ചെയ്യാവുള്ളൂ. ഇപ്പൊ റെറ്റിനോളും ലാക്ടിക് ആസിഡും ഒരുമിച്ച് ഒരു കുപ്പിയിൽ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. അല്ലാതെ സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ വിറ്റാമിൻ സിയുടെ കൂടെ ഉപയോഗിക്കരുത്. കാരണം നമ്മുടെ pH ഓൾട്ടർനേഷൻ വരെ വിറ്റാമിൻ സി ചില വർക്ക് ചെയ്യത്തില്ല ഒന്ന്, പിന്നെ ചിലപ്പോൾ ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ 4 സാധനങ്ങളുടെ മെയിൻ ആയിട്ട് നമ്മൾ ലാക്ടിക് ആസിഡ് ഉപയോഗിക്കാത്തതാണ് നല്ലത്. പിന്നെ നിങ്ങൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് ബെൻസോൾ പെറോക്സൈഡോ ഹൈഡ്രോക്വിനോണോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹൈഡ്രോക്വിനോണിനാണെങ്കിൽ നിങ്ങൾക്ക് ലാക്ടിക് ആസിഡ് ചിലപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നിങ്ങൾ ബെൻസോൾ പെറോക്സൈഡിന്റെ കൂടെ ആണെങ്കിൽ രണ്ടും സ്കിന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ഔട്ട് ചെയ്യുന്നത് കൊണ്ട് ബെൻസോൾ പെറോക്സൈഡ് മോർണിംഗിൽ യൂസ് ചെയ്തിട്ട് ലാക്ടിക് ആസിഡ് നൈറ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ബെൻസോൾ പെറോക്സൈഡ് വാങ്ങിക്കാമോ എന്ന് ചോദിച്ചാൽ വാങ്ങിക്കാം. 0.5% ഉള്ളത് വരയ്ക്ക് വാങ്ങിക്കാം. അതിന് മുകളിലോട്ടാണെങ്കിൽ പ്രിസ്ക്രിപ്ഷനിൽ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ച ലാക്ടിക് ആസിഡിനെ പറ്റിയിട്ടായിരുന്നു. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേയും വരുന്നതാണ്. Till then, it's Lakshmi signing off.